കൊച്ചന്മാരെ, അപ്പൊ ഇന്ന് നമ്മുടെ വ്ലോഗില് ഒരു അറബിക് സ്റ്റൈലില് ഗ്രിൽ ഫിഷ് ആണ് ടേസ്റ്റ് ചെയ്ത് എത്തിയിട്ടുള്ള ജഡ്ജാരാന്നറിയാതെ എന്റെ സ്വന്തം ഇവമോളാണ് ഗായ്സ്. അപ്പോൾ വിശന്നിരിക്കണേണ്. എങ്ങനെയുണ്ട് മോനെ, കൊള്ളാവോ? സൂപ്പർ എന്നാണ് എൻ്റെ കൊച്ചു പറഞ്ഞേക്കുന്നത്. അപ്പം മമ്മി കുറച്ച് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈമാണ് ബേക്ക് ചെയ്ത് നോക്കുന്നത് വീട്ടില്. എൻ്റെ പൊന്നു മോനെ, അടിപൊളിയായിട്ടുണ്ട്, അറബിക് സ്റ്റൈൽ തന്നെ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷേരി ഫിഷാണ്. അപ്പോൾ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ സംഭവം. നമ്മൾ ബാർബിക്യൂ സ്റ്റൈലിൽ കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. നല്ല thoroughly ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫിഷിലോട്ട് ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ഒഴിച്ചതിന് ശേഷം നമ്മുടെ മഞ്ഞപ്പൊടിയില്ലേ അത് നന്നായിട്ട് തൂകി നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. ബിക്കോസ് ടെർമറിക് എന്തുകൊണ്ടും നല്ലതാണ്, ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ കീടാണു എല്ലാം ചത്തു പോകാനായിട്ട്. അതിനുശേഷം മസാലയ്ക്കായിട്ട് നമ്മൾ ഫുള്ളായിട്ടുള്ള നമ്മുടെ മല്ലിപ്പൊടിയില്ലേ, മല്ലി, അതും പിന്നെ നമ്മുടെ ചെറുജീരകമില്ലേ, ക്യുമിനും കൂടിയിട്ടാണ് ഞാനിട്ട് അടിക്കുന്നത്. അതിൻ്റെ അളവ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം. പിന്നെ അതിലോട്ട് ഞാൻ ഗാർലിക് ഒഴിക്കുന്നുണ്ട്, ഒരു ഫുള്ള് നാരങ്ങ ഒഴിക്കുന്നുണ്ട്, ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം അറബിക് മസാലയാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ മസാലയല്ല. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒഴിക്കുന്നുണ്ട്, ഒഴിക്കുന്നതല്ല ഇടുന്നുണ്ട്. പാപ്രിക്കില്ലേ, സ്വീറ്റ് പാപ്രിക്ക, ആ സംഭവം അതേ ആ സ്പൂണിൻ്റെ അളവിൽ ഇടുന്നുണ്ട് കേട്ടോ. അത് ഒരു 1.5 സ്പൂണാണ് ഞാൻ അതിലോട്ട് ഇടുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, ഇതെൻ്റെ റെഫറൻസ് ആണ്. പിന്നെ പെപ്പർ ഇടുന്നുണ്ട്, അതിലോട്ട് നമ്മൾ ഉപ്പും ഇടുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഇടാനായിട്ട് മാറ്റി വെച്ച സംഭവം എന്ന് വെച്ചാൽ ഒലിവ് ഓയിലാണ്. അത് ഞാൻ ഇട്ടില്ല, കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അല്ലാതെ ഇടാണ്ടിരുന്നതല്ല, കാണിക്കാൻ മറന്നുപോയതാണ്, സോറി. അപ്പോൾ നമ്മളിത് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനിലോട്ട്, ഷേരി ഫിഷിലോട്ട് നമുക്കിത് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. സോ ഗൈസ്, ഞാനപ്പം ഈ മീനിൻ്റെ ഇത് തേച്ച് പിടിപ്പിക്കണതാണ്. ഇതേപോലെ നല്ല നൈസായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെക്കുക. അപ്പം ഞാനിവിടെ എന്താ കാണുന്നത് വെച്ചാൽ പോളിമണിയുടെ പുതിയ ഇൻ്റർവ്യൂ ആണ്, ജയറാമും കാളിദാസിൻ്റെ ആയിട്ട്. അപ്പോൾ ആ സിനിമ ഫെബ്രുവരി 6-നാണ് ഇറങ്ങണേന്ന് പറഞ്ഞ്. അപ്പോൾ ആ സിനിമ എന്തായാലും പോയി കാണണം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഗൈസ്, മീൻ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഓവനിൽ 10 മിനിറ്റ് 250 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഗ്രിൽ ഫിഷ് റെഡിയാണ്.